ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോ വേറൊരു സർപ്രൈസ് ആണ് എത്തിയിട്ടുണ്ട്. അത് നോക്കാം എന്താണ് വേറൊരു സർപ്രൈസ്. അയ്യോ ശാലിൻ, ഹായ് രമ്യ, വരൂ. ശാലിൻ ഡയറക്ടറാണ്. ഇതെനിക്ക് സർപ്രൈസ് ഒന്നും അല്ല നോക്ക്. മല്ലു സിംഗിലെ ഉണ്ണിയുടെ അനിയത്തി. അതെ, ആ ഒരു ഐഡന്റിറ്റി ഞാൻ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും അനിയത്തിയായിട്ട് അവിടെ നിർത്തിയേക്കാണല്ലേ. ആ ഒരു അന്നത്തെ ആ ഒരു ഇതും ഉണ്ണിയുടെ കൂടെ വർക്ക് ചെയ്ത ആ ഒരു മൊമെന്റ്സ് ഒന്ന് ഷെയർ ചെയ്യോ ശാലിൻ? തീർച്ചയായിട്ടും. കമ്പാരിറ്റീവ്ലി വളരെ ബിഗിനിങ് ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ സ്റ്റേജിലായിരുന്നല്ലോ മല്ലു സിംഗ് ചെയ്യുന്നത്. എനിക്ക് ആക്ച്വലി പേഴ്സണലി ഗ്രോത്ത് കാണുമ്പോൾ പുറത്തുനിന്ന് വാച്ച് ചെയ്യുമ്പം അന്ന് അറിയാം, അന്ന് ഇറ്റ് വാസ് വെരി ഡിഫറെന്റ്. ഇന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആ ആളാണോ ഇങ്ങനെ മാറിയത്. ആസ് എ പേഴ്സൺ ഓൾസോ യു എംബോൾവ്ഡ് എന്നൊക്കെ പറയാം. ആ രീതിയിൽ മനസ്സിലാവുന്നില്ല എന്തൊക്കെ സംഭവിച്ചത്. നൗ യു ആർ ലൈക് സക്സസ്ഫുൾ പ്രൊഡ്യൂസർ, യു ഓൺ എ കമ്പനി, യു ആർ ഗിവിംഗ് സോ മെനി ഹിറ്റ്സ് ആൻഡ് വൗ. ഞാൻ നോക്കുമ്പോ അന്നും ഏജിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമുക്കൊക്കെ ഫീൽ യു ആർ സ്റ്റിൽ ദ സെയിം, ലുക്കിംഗ് മച്ച് പ്രിട്ടിയർ. ഐ എം ഹാപ്പി ദാറ്റ് അന്ന് അഭിനയിക്കാൻ വന്നപ്പോ മമ്മ വാസ് ദേർ വിത്ത് യു, റൈറ്റ്? അപ്പോ പിന്നെ സഡൻലി ഒരു ദിവസം പുള്ളിക്കാരത്തി മെസ്സേജ് അയച്ചു, ചേട്ടാ ഒരു പടം direct and what was it, a short film? Yes, that was a short film. But you remember that? I remember, yeah. That's so sweet. Appo personally, I mean, even I am very happy for you. First of all, vannadil nanni. Second is that see, male driven industry alle, I feel so, which is a fact. Appo adile oru to come up as an actress and then evolve into a director. I did my first feature film, Cheta. I'll call you. ചെയ്തു കഴിഞ്ഞു. ട്രെയിലർ ഇൻഷാല്ലാ പെരുന്നാൾ റിലീസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ല. So wish you all the very best for that. Thank you. Okay, അത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഫീച്ചർ ഫിലിം? അത് മൂവി, ഇറ്റ്സ് an offbeat മൂവി. ഫാമിലി ആക്ടർ എന്നാണ് പേര്. പ്രശാന്ത് അലക്സാണ്ടർ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാസ്റ്റ് വെച്ചിട്ടുള്ളതാണ്. സൂൺ ഷാ റിലീസ്. അപ്പൊ പെരുന്നാളിനുണ്ടാവും. പെരുന്നാൾ റിലീസ് ചെയ്യണം എന്നാണ്, ട്രെയിലർ റിലീസ് ചെയ്യണമെന്നാണ്. OTT ഫിൽമാ. ഞാൻ എന്തായാലും വിളിക്കാം. അപ്പൊ എന്തുകൊണ്ടാ സിനിമയിൽ ഉണ്ണീനെ കാസ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഇല്ല എന്താ വെച്ചാല് എനിക്കറിയാവുന്ന, ഞങ്ങൾ അങ്ങനെ വലിയ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. മല്ലു സിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഈവെന്റിന് കണ്ടു, അതിനുശേഷം കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, എന്നെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് പുള്ളിക്കൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. There is no surprise, there's nothing gonna happen. No, മല്ലു സിംഗ്. ഓക്കെ, മല്ലു സിംഗ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഓക്കെ, സത്യം ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മള് ഫോട്ടോഷൂട്ടിനാണ് ആദ്യം കാണുന്നത് മല്ലു സിംഗിന്റെ. ഞാന് വൈശാഖേട്ടൻ ഇങ്ങനെ ഇപ്പൊ മല്ലു സിംഗിന്റെ സീക്വൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഞാൻ അന്നൊക്കെ ഇന്നും ഐ ടോക്ക് എ ലോട്ട്. എൻ്റെ പേഴ്സണൽ സ്പേസിലൊക്കെ ഭയങ്കര സംസാരിക്കും. പക്ഷേ കുറേയൊക്കെ മാറ്റങ്ങൾ വന്ന പോലെ അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അന്ന് വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് ഇവർ പറഞ്ഞു, ഈ ഹരി എന്ന കഥാപാത്രത്തിൽ നിന്ന് ഹരീന്ദറിലേക്ക് മാറുമ്പോൾ കുറച്ച് ഫിസിക്കലി യു ഷുഡ് ബി മച്ച് ബിഗർ എന്നൊക്കെ ആയിട്ട്. അപ്പം ഞാൻ അവിടെ ഒരു പഞ്ചാബി ചേട്ടനുമായിട്ട് ഡെയിലി വൈകിട്ട് പോയിട്ട് ജിമ്മൊക്കെ ചെയ്യും, ഞാൻ കം. സോ ഇങ്ങനെ പറഞ്ഞു. സോ ഐ വാസ് മച്ച് ഇൻ ടു ലൈക്ക് ഫിറ്റ്നസ് ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കുട്ടി ഇവിടെ താഴെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എന്തൊക്കെയോ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ ഇവൾക്ക് എക്സസൈസിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ മുകളിൽ നോക്കുമ്പോൾ വൈശാഖേട്ടനും ഷാജേട്ടനൊക്കെ. അപ്പൊ ഞാൻ പിന്നെ കുറച്ച് നേരം കൂടി സംസാരിച്ച് വന്നപ്പോ പിന്നെ നോക്കിയപ്പോ ഇവര് പിന്നെ അവിടെ ഉണ്ട്. അന്ന് അജയ് വാസുദേവ് അസോസിയേറ്റ് ആയിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും വരുന്നു. ഞാൻ ചേട്ടാ ഓക്കെ അല്ലേ, ഷോർട്ടായോ ചേട്ടാ? ഇല്ലല്ലോ, കണ്ടിന്യൂ. അപ്പൊ ഞാൻ സംസാരിച്ച് വന്നിട്ട് അപ്പൊ ഞാൻ മുകളിൽ പോയി. അപ്പൊ എല്ലാവരും എന്തായിരുന്നു ഇത്രയും? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഞാൻ കുട്ടിക്ക് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ എങ്ങനെയാണ് ഫിറ്റ്നസ് ഒക്കെ നോക്കേണ്ടത്. അപ്പൊ ഇവര് ടിൽ ദിസ് ഐ മീൻ എവറി ടൈം ഐ മീറ്റ് ദം, എനിക്ക് ഒരുത്തന്നെ ഇങ്ങനെ അവിടെ നിന്നിട്ട് ഒരാളെ 2 മണിക്കൂർ. അപ്പൊ പറഞ്ഞു, നീ ഞങ്ങളെ നോക്കണ്ടത്, ഞങ്ങൾ അവളെ നോക്കിട്ട് വരാം, അവൾക്ക് ബോറടിച്ച് നീ പോവാത്തോണ്ട്. ഞാൻ 9th or 10th എന്തായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതൊരു മൾട്ടി സ്റ്റാർ ഫിലിമാ, ഒരുപാട് ആൾക്കാരുണ്ട്, ഭയങ്കര ഓക്വേർഡ്. എനിക്കാണ് മനോജേട്ടന് മാത്രമേ അതിനകത്ത് ഒരു ചാക്കോച്ചന് വർക്ക് ചെയ്തിട്ടുണ്ട്, പുള്ളിയും വാസ് ഹെൽപ്ഫുൾ ഓൾസോ. പക്ഷെ ഇനീഷ്യലി നമ്മൾ ഒരുമാതിരി ഫസ്റ്റ് ഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാ, അവര് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അവരവിടെ വേറെ എന്തൊക്കെയോ സംസാരിക്കുന്നു. ഭയങ്കര ഉള്ളൊരു മറ്റേ ഗേൾസിന്റെ ഗ്യാങ്ങിലേക്ക് പോകാൻ എനിക്ക് പറ്റില്ല. ഞാൻ ആകെ സമ്മതിച്ചൊക്കെയാണ് പിന്നെ കോണ്ടാക്ട്. ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇരിക്കുമ്പോ എനിക്ക് ആ ഫസ്റ്റ് ഡേ ഷൂട്ടിന് ഉണ്ണി വന്നിട്ട് ഹായ് ഞാൻ ഉണ്ണി മോഹൻദാൻ. അപ്പൊ ഞാൻ ഹൈനോ
ഷാലിൻ ഓക്കെ അപ്പൊ നമുക്ക് മിണ്ടായി സെറ്റായി. അപ്പൊ നോക്കിയപ്പോ നമുക്ക് സംസാരിക്കില്ല, ഫിലിമിനെ പറ്റി സംസാരിക്കില്ല. അപ്പൊ പിന്നെ ഫിറ്റ്നസ് ആയി, ആ സംസാരിച്ചു ഞങ്ങൾ ഒരു അന്തർധാര, ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു. അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോ ഇത് ഹീസ് ഡൂയിങ് ദ ടൈറ്റിൽ ക്യാരക്ടർ, പക്ഷെ പുള്ളി എനിക്ക് ഭയങ്കര കംഫർട്ട് സോൺ ആയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് കുറച്ച് ഈസിയാണ്. നമ്മുടെ ഗണപതി ഓൾസോ നമ്മൾ മൂന്നാണ് പിന്നെ ഒന്ന് മാറി ആ ഒരു സംഭവത്തിലോട്ട് ഒരു പ്രയാസം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. മനോജേട്ടൻ KFC-ലേക്ക് കൊണ്ടുപോയപ്പം നമ്മൾ രണ്ടിടത്തും ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരുന്നൊക്കെ, എനിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല, ചേട്ടന് ഹിന്ദി അറിയാം, എനിക്കാണെങ്കിൽ ഓർഡർ ചെയ്യേണ്ടത് എന്താന്ന് പറയാം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാനിങ്ങനെ ലൊക്കേഷനിൽ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്, എന്തോ ആരെയോ കാണുന്നില്ലെന്നോ അറിയാം. ഇത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു മല്ലൂസിൽ. അപ്പൊ ഉണ്ണിന്റെ അനിയത്തി ബാലരമ വായിച്ചെടുക്കണ ഉണ്ണിക്ക് പറ്റിയ അനിയത്തി ഇങ്ങനെയാ പറയാ. അപ്പൊ അങ്ങനെയല്ല കേട്ടോ, ഒഫൻഡഡ് ആയിട്ട് പറഞ്ഞല്ലേ ബാലം, പക്ഷെ കളിയാക്കി പറയും, ഒരുപാട് കളിയാക്കി വെറുതെ ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന വലിയ കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ഈ പറയുന്ന ഈ ഒരു സംഭവം ഈ മല്ലു സിംഗ് ഷൂട്ടിലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ദാറ്റ്സ് ഇറ്റ്, കട്ട് ഇറ്റ് ഓവർ. ഇപ്പോഴാണ് പിന്നെ കുറെ കഴിഞ്ഞിട്ട് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ആസ് എ ഹ്യൂമൻ ഹിസ് ഗുഡ്, ഒരു ആ സാധനം ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് എനിക്ക് പൊതുവെ ഒരു ആക്ടറിന്റെ അടുത്ത് പോയിട്ട് ഹിറ്റ് ചെയ്ത് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്കൊരു ആക്ടർ വേണം. എനിക്ക് ചിലപ്പം മേ ബി എന്റെ അടുത്ത് നോ പറഞ്ഞാലും എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോ പറയുമെന്ന് തോന്നുന്ന ഒരാൾ വിളിച്ചാണ്. അതിനെ വിളിച്ചാൽ ഇങ്ങനെ ഒരു പരിപാടി. അപ്പൊ പുള്ളിക്ക് ജെന്യുവൻ റീസൺ ഉണ്ടായിരുന്നു, എന്തോ വേറെ ഹെയർ സെറ്റപ്പ് എന്തോ ആയിരുന്നു. ആൻഡ് ഐ ഫെൽ ഗുഡ്. എനിക്ക് ഒരു ഇൻഹിബിഷൻ ഇല്ലാണ്ട് വിളിക്കാൻ പറ്റുന്നത് മേ ബി എന്നെ ആ ഒരു ഏജിൽ അങ്ങനെ കൺസിഡർ ചെയ്തോണ്ടായിരിക്കും. ആൻഡ് ഫോർ ദാറ്റ് ഐ എം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ. അപ്പൊ ശാലിൻ ഇനിയിപ്പോ ജസ്റ്റ് ഫീച്ചർ ഫിലിം ഇപ്പൊ ചെയ്തു. അപ്പൊ ഇനി ടെക്നിക്കൽ സൈഡിൽ നിൽക്കാനാണോ കൂടുതലും, അതോ ഇൻടു ഈ ആക്ടിങ് ഫ്രണ്ടിലേക്ക് വരാനാണോ? തമിഴാണ് ചെയ്യുന്നത്. ഇപ്പം റീസെന്റ് ഒരു ഫിലിം റിലീസ് ആയത്, അത്യാവശ്യം നല്ല രീതിയിൽ പോയി. തമിഴിലായിരിക്കും കമ്പിറ്റ്, മലയാളത്തിൽ അഭിനയിക്കാനൊന്നും വിളിക്കുന്നില്ല. അതുകൊണ്ട് ഡയറക്ഷനും പരിപാടിയൊക്കെ ആയിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പറ്റില്ല. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഉണ്ണിമുകുന്ദന്റെ ഹിറ്റ് ചിത്രമാണ് മല്ലു സിംഗ്. ഒരു നായകനല്ല, ഒന്നിലേറെ നായകന്മാരും നായികമാരും ഉണ്ടായിരുന്ന ചിത്രമായിരുന്നു മല്ലു സിംഗ്. മല്ലു സിംഗിലെ ഓരോ താരങ്ങളെയും ഇന്നും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. കുഞ്ചാക്കോ ബോബനും ഉണ്ണിമുകുന്ദനും മനോജ് കെ ജയനും എല്ലാം നല്ല വേഷങ്ങളിൽ എത്തിയ ഒരു സിനിമയായിരുന്നു അത്. ഇതിൽ നായക വേഷങ്ങളിൽ എത്തിയത് ഉണ്ണിമുകുന്ദനും കുഞ്ചാക്കോ ബോബനുമായിരുന്നു. ഉണ്ണിമുകുന്ദന്റെ ഒരു മാസ് പടം എന്ന് വേണമെങ്കിൽ നമുക്ക് മല്ലു സിംഗിനെ പറയാം. കാരണം ഉണ്ണിമുകുന്ദന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ച ഒരു ചിത്രം തന്നെയാണ് മല്ലു സിംഗ്. ഒന്നിലേറെ നായികമാർ ഉണ്ട് എന്ന് പറയുന്നതും മല്ലു സിംഗിന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. 3-4 നായികമാരായിരുന്നു മല്ലു സിംഗിൽ ഉണ്ടായിരുന്നത്. മീര നന്ദൻ, സമൃദ്ധ സുനിൽ ഉൾപ്പെടെയുള്ളവർ ഉണ്ണിമുകുന്ദന്റെ സഹോദരിമാരായിട്ടാണ് വേഷമിട്ടത്. സമൃദ്ധ സുനിൽ ഉണ്ണിമുകുന്ദന്റെ നായികയായി എത്തിയപ്പോൾ കുഞ്ചാക്കോ ബോബന്റെ സഹോദരിയായിട്ടാണ് സമൃദ്ധ സുനിൽ ഈ സിനിമയിൽ ഉള്ളത്. ഒന്നിലേറെ നായികമാർ. ഏറ്റവും ചെറിയ കുട്ടിയായിട്ടാണ് ശാലിൻ സോയ സിനിമയിൽ അഭിനയിച്ചത്. ഇപ്പോൾ ആ ഷൂട്ടിംഗ് ലൊക്കേഷനെ പറ്റി പറയുകയാണ് ശാലിൻ സോയ. അന്ന് താൻ വളരെ ചെറിയ കുട്ടിയായിരുന്നു, പഠിക്കുന്ന സമയമായിരുന്നുവെന്നും അപ്പോൾ ലൊക്കേഷനിൽ ആരും കൂട്ടില്ലായിരുന്നു എന്നും ആകെ സംസാരിച്ച് ഒരു കംഫർട്ടബിൾ ആയിരുന്നത് ഉണ്ണിമുകുന്ദനായിരുന്നു. എന്നാൽ ഉണ്ണിമുകുന്ദൻ സിനിമയിലെ നായകനായിരുന്നു എന്നും ശാലിൻ പറയുന്നുണ്ട്. അതിലെ ഗേൾസ് ടീമിനോടൊന്നും തനിക്ക് ഒരു കൂട്ടുമില്ലായിരുന്നു. കാരണം അവരൊന്നും തന്നെ അടുപ്പിക്കാറില്ലായിരുന്നു. വലിയ വലിയ കാര്യങ്ങളാണ് അവരൊക്കെ ചർച്ച ചെയ്തത്, സിനിമയും മറ്റുമൊക്കെ. തനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് തനിക്ക് കൂട്ടുകാരൊന്നുമില്ലായിരുന്നു. എന്നാൽ ആ സമയത്ത് സിനിമയെ പറ്റി അല്ലാതെ കുറേ കാര്യങ്ങൾ ആരോഗ്യപറ്റി, ഫിറ്റ്നസിനെ പറ്റിയും ഒക്കെ പറഞ്ഞത് ഉണ്ണിമുകുന്ദനാണെന്നും ശാലിൻ സോയ പറയുന്നു. ഒരു ഇന്റർവ്യൂവിൽ ശാലിൻ ഉണ്ണിമുകുന്ദന് ഒരു ഗംഭീര സർപ്രൈസ് നൽകുന്നുണ്ട്.